സ്നേഹമുള്ള അധ്യാപകരെയും എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിൽ നിലവിലുള്ള 2 ആദിവാസി രാജവംശങ്ങളിൽ ഒന്നായ മന്നാൻ സമുദായത്തിന്റെ രാജാവായ ബഹുമാനപ്പെട്ട കോവിൽമല രാജാവ് അവർകൾ മന്നാൻ എന്ന ആദിവാസി സമുദായത്തിന്റെ രാജതലസ്ഥാനമാണ് കോവിൽമല. ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയിൽ നിന്നും 17 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ രാജഭരണം നിലവിലുള്ള ഏക ആദിവാസി സമുദായമാണ് മന്നാൻ. ഈ സ്ഥാനത്ത് തുടർന്നിരുന്ന അരിയാൻ രാജമന്നൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 24 വയസ്സ് പ്രായമുള്ള രാജാവായിരുന്നു ഈ സമൂഹം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിലാണ് രാമൻ രാജമന്നാനെ തിരഞ്ഞെടുത്തത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. തേക്കടി പെരിയാർ ഫൗണ്ടേഷനിൽ ഡേറ്റ എൻട്രി ഓപ്പറേഷണറായും പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം നമ്മുടെ ഈ വേദിക്ക് വലിയ പ്രചോദനമാണ്. സർവശക്തനായ ഈശ്വരന്റെ അനുഗ്രഹത്തിനായി നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രാർത്ഥനാ നൃത്തത്തോടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. അച്ചുകൂടങ്ങളിൽ അറിവിന്റെ ആദ്യാലയം തുറന്നവൻ പുണ്യവാൻ. സംസ്കൃത കളരിയിൽ അച്ചുകൂടങ്ങളിൽ അറിവിന്റെ ആദ്യാലയം തുറന്നവൻ പുണ്യവാൻ. മാതാപിതാ ഗുരു ദൈവമേ ചൊല്ലുവാൻ ജ്ഞാനഭക്തി കർമ്മഭീതിയിൽ മാതാപിതാ ഗുരു ദൈവമേ ചൊല്ലുവാൻ ജ്ഞാനഭക്തി കർമ്മഭീതിയിൽ മലയാളമാണിന്റെ നവയുഗം നമ്മന്മയാൽ ദീപമാറ്റേണമേ. അത്യുന്നതങ്ങളിൽ അത്യാദരങ്ങളിൽ അരുളും അഗസ്റ്റിനോസേ, അവിടുത്തെ മാധ്യസ്ഥം യാചിച്ചു നിൽക്കുന്നു, അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈ കുഴയുമ്പോഴും കാൽ തളരുമ്പോഴും കണ്ണിൽ ഇരുട്ടു മൂടുമ്പോഴും, കൈ കുഴയുമ്പോൾ
ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രഥമ അധ്യാപികയായ ബഹുമാനപ്പെട്ട സിസ്റ്റർ നമിത SPMനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 2025-26 അധ്യയന വർഷത്തിൻ്റെ ആരംഭം കുറിച്ച് കലാലയങ്ങൾ ജീവനുള്ളതായി തീർന്നതിൻ്റെ ആഴ്ചകൾ മാത്രം പിന്നിട്ട ഈ അവസരത്തിൽ കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും KCSL അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായ ക്ലബ്ബുകളുടെയെല്ലാം ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ച, ഇന്നത്തെ നമ്മുടെ ഈ ഉദ്ഘാടന കർമ്മം വിവിധ ക്ലബ്ബുകളുടെ എല്ലാം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമുക്ക് അപരിചിതനായ എന്നാൽ നമുക്ക് പരിചിതനാകുന്ന കോവിൽമല രാജാവ് ശ്രീ രാമൻ രാജമന്നാൻ അവറുകൾ ഇന്ന് നമ്മോടൊപ്പമായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ OA എബ്രാഹിം സാർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജോസ് കളരിക്കൽ, MPTA പ്രസിഡന്റ് ശ്രീമതി മേരി ജെൻസി, കോവിൽമല രാജാവിനോടൊപ്പം എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സമ്മേളനത്തെ ജീവനുള്ളതാക്കി തീർക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളെ, ഒരു അവധിയുടെ ഇടവേളയ്ക്കു ശേഷം വിവിധങ്ങളായ സ്വപ്നങ്ങൾ പേറിക്കൊണ്ട് മനസ്സിലെ ഒട്ടേറെ ചിന്തകളെയും താലോലിച്ചുകൊണ്ട് ഒരു സ്കൂൾ ജീവിതത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. എൻ്റെ മുൻപിലുള്ള ഓരോ കുട്ടിയും ഓരോ അത്ഭുതമാണ്. വിവിധങ്ങളായ ചിന്തയുടെ, വ്യത്യസ്തങ്ങളായ മനോവിചാരങ്ങളുടെ, പ്രത്യേകതകളുള്ള വിവിധങ്ങളായ സ്വഭാവ പ്രത്യേകതകളോടുകൂടി ഇന്നത്തെ ഒരു വലിയ ശേഖരമാണ്. വളരെ പുഞ്ചിരിയോടുകൂടി ഇന്ന് എൻ്റെ മുൻപിലായിരിക്കുന്ന കുട്ടികൾ നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഉള്ളിലെ ഈ കഴിവുകളെ, മികവുകളെ നാളെ അറിയേണ്ടതാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്പെടേണ്ടതാണ്. വരും കാല സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടവർ, നയിക്കേണ്ടവർ ഒക്കെയാണ് നിറപുഞ്ചിരിയോടുകൂടി ഇന്ന് എൻ്റെ മുൻപിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ തൊട്ടുണർത്തുവാൻ കലാരംഗത്ത്, കായിക രംഗത്ത്, സംഗീത ലോകത്തിൽ, നൃത്തരംഗത്ത് എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും സെൻറ്റ് അഗസ്റ്റിൻസ് കുടുംബത്തിലേക്ക് വരുന്ന എല്ലാവരെയും കഴിവുകൾ ഉള്ളവരാക്കി തീർക്കുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ, വിവിധങ്ങളായ വേദികൾ ഇവിടെ നിങ്ങൾക്കായി ഒരുക്കപ്പെടുകയാണ്. കുട്ടികളുടെ പഠന മികവിനോടൊപ്പം അവരിലെ സർഗാത്മകതയെ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദികൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കായി ലഭിക്കുന്ന ഈ അവസരങ്ങൾ ഏറ്റവും ഫലപ്രദമാക്കി വിനിയോഗിക്കുവാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ അവസരങ്ങളെ തേടിയെത്തുന്നവരാകാൻ, അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് 100% വിനിയോഗിച്ച് ഉയരങ്ങളിലേക്ക് ചവിട്ടിക്കയറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സ്കൂളിൽ എല്ലാ കാര്യങ്ങളെയും വളരെ സ്നേഹത്തോടെ, ആഗ്രഹത്തോടെ, ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനാണ് ഇന്ന് നമ്മളുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. ചെറുതും വലുതുമായ സ്കൂളിലെ പ്രവർത്തനങ്ങളെയും ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ ആവശ്യങ്ങളെയും നോക്കിക്കാണുകയും അതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ കണ്ട് ആവശ്യങ്ങളിൽ ഓടിയെത്തുന്ന സഹായകനായി ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഈ സ്കൂളിനെ വളർത്തിക്കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന്
ഈ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും നാമത്തിൽ സെൻറ്റ് അഗസ്റ്റിൻസ് കുടുംബത്തിൻ്റെ മുഴുവൻ പേരിൽ ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് ഈ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ കുട്ടികളെ ഒരു പ്രത്യേക ഗോത്രവർഗത്തെ മനസ്സിലാക്കിയെടുക്കുവാൻ, അതോടൊപ്പം തന്നെ ഇന്ന് നിലവിലുള്ള രാജവാഴ്ചയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിനിധിയെ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കോവിൽമല രാജാവായ ശ്രീരാമൻ രാജമന്നാനെ നമ്മൾ ക്ഷണിച്ചത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഏറെ ദൂരം യാത്ര ചെയ്ത് ഇന്ന് സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ മനസ്സു കാണിച്ച നമ്മുടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ കോവിൽമല രാജാവ് ശ്രീരാമൻ രാജമന്നാൻ അവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി സെൻറ്റ് അഗസ്റ്റിൻസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാർഡ് മെമ്പർ ശ്രീ ആനന്ദ് അവറുകൾ, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു വന്നിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരെയും കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റിൻസ് കുടുംബത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നത് നമ്മുടെ സെൻറ്റ് അഗസ്റ്റിൻസ് കുടുംബത്തിൻ്റെ മൂത്ത കാരണവരായ, അതായത് എല്ലാ കാര്യങ്ങളിലും കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ OA എബ്രാഹിം സാറിനെയും ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റിൻസ് സ്കൂൾ എന്ന് പറയുന്നത് ശക്തമായ ഒരു PTA പിൻബലത്തോടെയുള്ളതാണ്. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും, അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ വിജയങ്ങളാകട്ടെ പരാജയങ്ങളാകട്ടെ എന്തിലും ഏതിലും നമുക്കൊപ്പമുള്ള ശക്തമായ PTA നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ജോസ് കളരിക്കൽ അവറുകളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോട് ചേർത്ത് വെച്ച് നമുക്ക് വനിതാ വിഭാഗത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ള MPTA പ്രസിഡന്റ് ശ്രീമതി മേരി ജെൻസി അവരുകളെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സ്കൂളിലെ ഈ പരിപാടിയെ അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ, എപ്പോഴും ഞങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി കൂടെയുള്ളവരാണ് ഞങ്ങളുടെ PTA-ക്കാർ. അപ്പം ഏറെ സ്നേഹമുള്ള മാതാപിതാക്കൾ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫാദർ ജെയിംസ് അവരുകളെ സ്വാഗതം ചെയ്യുന്നു. 2025-26 അധ്യയന വർഷത്തിൽ വിദ്യ ആരംഭം എന്ന പേരിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന വിവിധ സാഹിത്യ കലാ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന കോവിൽമല രാജാവ് ശ്രീ രാമൻ രാജമന്നൻ, സ്വാഗതം പറഞ്ഞ സിസ്റ്റർ നവിത SVM, മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിൻസിപ്പൾ ശ്രീ OA എബ്രാഹിം സാറ്, അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റ് ജോസ് കളരിക്കൽ, MPTA പ്രസിഡന്റ് ജെൻസി, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, കൊച്ചു കുട്ടികളെ, നമ്മൾ ജൂൺ മാസം 1-ാം തീയതി മുതൽ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോൾ നമ്മളിന്ന് പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ഈ ദിവസം മാറ്റിവെക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മിലെ വിവിധങ്ങളായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന വിവിധ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ സ്കൂളിലും
വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഉദ്ഘാടനം ഈ ദിവസം നമ്മൾ നിർവഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൂടെ കടക്കുമ്പോൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മിൽ സർഗസിദ്ധമായിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് പല കലകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പ്രസംഗം പറയുവാനായിട്ടുള്ള കല, പാട്ട് പാടുവാനായിട്ടുള്ള കല, അതുപോലെ കഥകൾ എഴുതുവാനായിട്ട്, നാടകങ്ങൾ, നോവലുകൾ എഴുതുവാനായിട്ട്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കലകൾ നമുക്ക് ജന്മസിദ്ധമായിട്ട് ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ഈ വിവിധ കലകളെ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ട് വരുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസത്തോടൊപ്പം ഈ കലാരംഗങ്ങൾ, വിവിധ ക്ലബ്ബുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വിവിധ താലന്തുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. എല്ലാ മേഖലയിലും വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ അവസരങ്ങൾ 100% അത് വളർത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. കലാമേഖലയിലും അതോടൊപ്പം തന്നെ ഇനി കായിക മേഖലകൾ വരുന്നു. അങ്ങനെ കായിക മേളയിൽ നമുക്ക് ലഭിക്കുന്ന വിവിധ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു വർഷക്കാലം വിദ്യാഭ്യാസ പഠനത്തോടൊപ്പം മറ്റ് കലാരൂപങ്ങളിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയുന്നത്. അതിനുള്ള അനുഗ്രഹം ജഗദീശൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും തുടർന്ന് 2 വാക്ക് സംസാരിക്കുന്നതിനുമായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കോവിൽമല രാജാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സെൻറ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിദ്യാരംഗം കലാവേദിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്കൂളിൻ്റെ സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേ കണ്ടങ്കരി, അതോടൊപ്പം ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ OA എബ്രഹാം അവർ, നമുക്ക് ഏവർക്കും സ്വാഗതം നേർന്ന് സംസാരിച്ച സിസ്റ്റർ നമിത, സ്കൂൾ പ്രധാന അധ്യാപിക, വേദിയിൽ സന്നദ്ധയായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ജോസ് കളരിക്കൽ അവർ, MPTA പ്രസിഡന്റ് ശ്രീമതി മേരി ജെൻസി അവർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏവർക്കും കൃതജ്ഞത നേർന്ന് സംസാരിക്കുന്ന വിദ്യാരംഗം കമ്മിറ്റിയുടെ അംഗം ശ്രീ ജിനോ തോമസ് അവർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ,
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും പ്രിയപ്പെട്ട കുട്ടികളോടുമുള്ള ആദരവും സ്നേഹവും അറിയിക്കുന്നു. അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാലഘട്ടങ്ങളിൽ എല്ലാ സ്കൂളും കേന്ദ്രീകരിച്ച് വിവിധ തലത്തിലുള്ള ക്ലബ്ബുകൾക്കും ഇതുപോലുള്ള സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാറുണ്ട്. ആ തലത്തിൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ വർഷത്തെ വിവിധതരം ക്ലബ്ബുകളുടെ ആരംഭം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആദരവും സ്നേഹവും ആശംസയും അറിയിക്കുന്നു. നമുക്കറിയാം, ക്ലബ്ബുകളുടെ എല്ലാം പ്രവർത്തനങ്ങളും രൂപീകരണവും എല്ലാം ഒരു കാലഘട്ടത്തിൽ സജീവമായി നമ്മുടെ ഓരോരോ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് അന്യം നിന്ന് പോവുകയും ഇത് കളിക്കളങ്ങളോ മറ്റിതര കായിക രംഗത്ത് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പാകത്തിനുള്ള യാതൊരുവിധ സജ്ജീകരണവും സംവിധാനവും ഇല്ലാത്തതും കുറഞ്ഞതുമായ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധതരമായ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പല തലങ്ങളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അനുഭവിക്കുന്നതുമായ വിഷയങ്ങളാണ്. അപ്പം ഇതിനെയെല്ലാം ദൂരീകരിക്കുന്നതിനും കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ, പ്രത്യേകിച്ച് അവരുടെ ഉള്ളിലുള്ള നിരവധി കഴിവുകളുണ്ടാവും. അത് കായിക രംഗത്തായാലും ശരി, കലാ രംഗത്തായാലും ശരി, അതിനെല്ലാം പരിപോഷിപ്പിക്കുക, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. അതിലൂടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പല മേഖലകളിലേക്ക് ഉന്നതിയിലേക്ക് കടന്നു പോകാനുള്ള ഒരു മാർഗമായി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ആ തലത്തിൽ സ്കൂളിനെ കേന്ദ്രീകരിച്ച് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്ന വിവിധതരം ക്ലബിൻ്റെയും മറ്റ് കലാവേദികളുടെ എല്ലാം അവരുടെ ആ ഒരു മാനേജ്മെൻറ്റ് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചെടുക്കുക. നിങ്ങളാൽ കഴിയുന്ന തലങ്ങളിലേക്ക്, ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് സാധിക്കും. അതിന് കഠിനാധ്വാനം തീർച്ചയായിട്ടും അനിവാര്യം. അതിനുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഏവരുടെയും ഭാഗത്തു നിന്നുണ്ടാവും എന്നെനിക്കറിയാം. അങ്ങനെ ഒരു ചടങ്ങിനെന്ന രീതിക്ക് മാത്രം ഇതിനെ കാണാതെ മാനേജ്മെൻറ്റ് സ്കൂളും നൽകുന്ന എല്ലാ സേവനങ്ങളെയും പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ കഴിവുകളെ, സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു വേളയിൽ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി നിങ്ങളുടെ ഏവരുടെയും അനുഭവത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംഗീതം ആത്മാവിൻ്റെ ഭാഷയാണ്. ആ ഭാഷയിലൂടെ നമ്മോട് സംവദിക്കാൻ ഇതാ ഒരു മനോഹര ഗാനം ആലപിക്കുവാൻ ഗൗരിനന്ദനെ ക്ഷണിക്കുന്നു. Ali
മുഖ്യപ്രഭാഷണത്തിനായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പളും അക്കാദമിക് രംഗത്തെ പ്രഗത്ഭനുമായ ബഹുമാനപ്പെട്ട ശ്രീ OA എബ്രഹാം അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ രാജാവേ, സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു രാജാവിനെ കാണുന്നത്. ഇതിനു മുമ്പ് രാജാവിനെ കണ്ടിട്ടുണ്ടോ? എവിടെ നിന്ന് കണ്ടിട്ടുണ്ട്? TV-യിൽ ലൈവായിട്ട് കണ്ടിട്ടുണ്ടോ? ലൈവായിട്ട് ഇപ്പോഴാണ് നിങ്ങൾ രാജാവിനെ കാണുന്നത്. അതുകൊണ്ട് രാജാവിനെ എല്ലാവരും പരിചയപ്പെട്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ TV-യിൽ ഒരുപക്ഷെ ചിത്രകഥകളിൽ, നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ രാജാവിനെക്കുറിച്ചും രാജഭരണത്തെക്കുറിച്ചും രാജാക്കന്മാരുടെ ചെയ്തികളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആധുനിക സമൂഹം രൂപപ്പെടുന്നതിന് മുമ്പ്, ആധുനിക രാഷ്ട്രങ്ങൾ, ജനാധിപത്യ സമ്പ്രദായങ്ങൾ ഇവിടെ രൂപപ്പെടുന്നതിന് മുമ്പ് ഈ ലോകരാജ്യങ്ങളിലെല്ലാം രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലും എത്രയോ രാജ്യങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ 300-ലധികം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളിലെല്ലാം രാജാക്കന്മാരുണ്ടായിരുന്നു. ആ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് രാജാവായിരുന്നു. ഇങ്ങനെ കോഴിമല എന്ന് പറയുന്ന നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ 75,000-ഓളം വരുന്ന ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം ഔദ്യോഗികമായിട്ട് തീരുമാനിക്കാൻ അധികാരമുള്ള വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. ചില്ലറക്കാരനൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു രാജാവിൻ്റെ ധർമ്മം എന്താണ്, രാജാവിൻ്റെ അധികാരം എന്താണ്. ഇന്ന് രാജഭരണം നടക്കുന്ന പല രാജ്യങ്ങളും നമ്മുടെ ഈ ലോകത്തിലുണ്ട്. ഇന്ത്യയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യത്ത് രാജഭരണമുണ്ട്. ഏതാണ് ആ രാജ്യം എന്ന് പറയാമോ? ഇന്ത്യയുടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്ത് രാജഭരണമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധുനിക ജനാധിപത്യ കാലഘട്ടത്തിൽ നിന്നുപോയ രാജഭരണത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ചില അവശേഷിപ്പുകളാണ് ഇദ്ദേഹത്തെ പോലുള്ള സമാരാധ്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പാരമ്പര്യ വഴിയിലൂടെ തുടർന്നു പോകുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്, പഠിക്കുവാനുണ്ട്. ഇവരെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണം, ചിന്തിക്കണം. അവരുടെ ജീവിത ചെയ്തികളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും, എങ്ങനെ അവരുടെ ആ സംസ്കാരം രൂപപ്പെട്ടുവെന്നും അതിന് രാജഭരണം നൽകിയ സംഭാവന എന്തെന്നും ഒക്കെ വരും കാലഘട്ടങ്ങളിൽ പുസ്തകത്താളുകളിലൂടെ പഠിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. ഞാൻ ഇനി രാജഭരണത്തെക്കുറിച്ച് പറയുന്നില്ല, മറിച്ച് നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സഹപാഠി ഗൗരി ശങ്കർ അല്ലേ, ഗൗരി നന്ദൻ മനോഹരമായ ഒരു പാട്ട് പാടിയപ്പോൾ ബാക്കിയെല്ലാം മറന്ന് നിങ്ങൾ ആ പാട്ട് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര കയ്യടി, വൈറലായ പോലെ പാട്ട്. എന്തുകൊണ്ടാണ് ഈ പാട്ട് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചത്? നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരേപോലെ ആകർഷിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ആ ഗാനത്തിന് സാധിച്ചിരുന്നു. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ കലാസാഹിത്യ വേദികളൊക്കെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം തരികയാണ്, കലാസാഹിത്യ വേദികളുടെ ഒരു പ്ലാറ്റ്ഫോം. അതിലൂടെ നിങ്ങളുടെ സർഗാത്മക കഴിവുകളെ മാക്സിമം വളർത്തിക്കൊണ്ട് വരുവാനാണ് സ്കൂള് പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നത്. ആ സർഗാത്മക കഴിവുകൾ ദൈവം ഓരോ വ്യക്തികളിലും ചില പ്രത്യേക സർഗാത്മക കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇതുപോലുള്ള വിദ്യാരംഗം കലാസാഹിത്യ വേദികളുടെ പിന്നിലുള്ള പ്രചോദനം. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുവാൻ വേണ്ടി സ്കൂൾ വഴി നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ മനോഹരമായ പാട്ട് നിങ്ങൾ ആസ്വദിച്ചതുപോലെ എല്ലാ കലാസൃഷ്ടികൾക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്, അതിൻ്റേതായ ആസ്വാദ്യതയുണ്ട്, അതിൻ്റേതായ മഹത് ദർശനങ്ങളുണ്ട്. അത് തിരിച്ചറിയുവാൻ
ഇതുപോലുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്കറിയാം, ഈ കലാപരമായിട്ടുള്ള കഴിവുകൾ അത് 3 കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ഈ എല്ലാ കലാരൂപങ്ങളും പൗരാണിക സംസ്കാരത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. പഴയ കാലത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പല ഘട്ടങ്ങളിലായി അവരുടെ മനസ്സിൽ ആവിഷ്കരിച്ച പല കലാരീതികളും അതിനെ കൂടുതൽ ചിട്ടപ്പെടുത്തി മെച്ചപ്പെടുത്തി പല രീതിയിലുള്ള കലാ സംവിധാനങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ കുട്ടികൾ മൊബൈലിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് നിങ്ങളിലെ അന്തർലീനമായ ഈ സർഗാത്മക കഴിവുകൾ വേണ്ടത്ര പ്രചോദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും കുറേ കുട്ടികൾ നിങ്ങളിലെ കലാപരമായ കഴിവുകൾ റീൽസിലൂടെ പുറത്തോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ പൗരാണിക സംസ്കാരത്തെ പ്രചോദിപ്പിക്കുന്നതാണ് എല്ലാ കലാരൂപങ്ങളും. അപ്പോൾ ആ കലാരൂപങ്ങളിലൂടെ ചിട്ടപ്പെടുത്തിയ ആ ഘടനയിലൂടെ നമ്മുടെ പൗരാണിക സംസ്കാരത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഓരോ കലാരൂപങ്ങളും എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാം, മാർഗംകളി AD 345 കേരളത്തിൽ വന്ന കൊടുങ്ങല്ലൂർ വന്ന ജ്ഞാനായ സമുദായത്തിലെ അംഗങ്ങൾ അവരുടെ ചരിത്ര പശ്ചാത്തലം ഉൾപ്പെടുത്തി അവരുടെ സർഗാത്മക കഴിവുകളും കേരളത്തിലെ കലാവാസനകളും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയെടുത്തിയ മാർഗംകളി കലാരൂപം ഇന്നും ഒളിമങ്ങാതെ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് മനുഷ്യ മനസ്സിനെ കീഴടക്കുവാനുള്ള അതിൻ്റെ കഴിവാണ്. അപ്പോൾ കലാപരമായിട്ടുള്ള എല്ലാ സർഗവാസനകൾക്കും മനുഷ്യ മനസ്സിനെ കീഴടക്കുവാനുള്ള ഒരു വലിയ കഴിവുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ പൗരാണിക സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ഇതുപോലുള്ള കലാരൂപങ്ങളുടെ ആവിഷ്കാരവും കലാ ആസ്വാദനവും എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്കറിയാം, ഈ കലാരൂപങ്ങളാണ് നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള രീതി. ഇപ്പോൾ പാട്ട് പാടിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും ഒരുപോലെ ആഹ്ലാദം നൽകി. അപ്പോൾ എല്ലാ കലാരൂപങ്ങളും ആസ്വദിക്കുന്നവർക്ക്, അത് ഉൾക്കൊള്ളുന്നവർക്ക് നല്ല കലാരൂപങ്ങൾ എപ്പോഴും ആനന്ദദായകമാണ്. മനുഷ്യ മനസ്സിനെ എപ്പോഴും ആനന്ദിപ്പിക്കുവാനാണ് കലാരൂപങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. നിങ്ങൾക്കറിയാം, പൗരാണിക കാലഘട്ടത്തിൽ മനുഷ്യൻ എപ്പോൾ സമൂഹമായി ജീവിക്കുവാൻ തുടങ്ങിയോ അവിടെ ആദിവാസി സമൂഹവും മനുഷ്യരുമൊക്കെ എപ്പോഴാണ് കലാപരമായ കഴിവുകൾ പുറത്തെടുത്തത്? അവർക്ക് വെറുതെ കിട്ടിയ സമയത്താണ്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ്. നിങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ വയനാട്ടിൽ ഒരു എടക്കൽ ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒരു ടൂർ നടത്തി സന്ദർശിക്കുവാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ വലിയ എടക്കൽ ഗുഹയിലെ കൽഭിത്തികളിൽ അതിൻ്റെ 3 വശങ്ങളിലും ആ കാലഘട്ടത്തിലെ ചെറിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനോഹരമായ ചിത്രങ്ങൾ 2000 BC ഉണ്ടായ ചിത്രങ്ങളാണത്. അപ്പോൾ അതൊക്കെ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോൾ മനുഷ്യൻ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയോ, ഇതര മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങിയോ, അവൻ അപ്പോൾ മുതൽ അവനിലെ കലാവാസന രൂപപ്പെടുകയും അത് പുറമെ പ്രകടിപ്പിക്കുവാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ അത് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാമതായി ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയത്തിന് ആനന്ദം നൽകുന്നതാണ് എല്ലാ കലാസൃഷ്ടിയും. 3, എല്ലാ കലാരൂപങ്ങളും പ്രചോദനാത്മകമായിരിക്കണം. നിങ്ങളെ പ്രചോദിപ്പിക്കുവാൻ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അത് ആസ്വദിക്കുവാനും അതിനെ സ്വാംശീകരിക്കുവാനും കഴിയുന്ന പ്രചോദനാത്മകമായിരിക്കണം എല്ലാ കലാസൃഷ്ടികളും. അപ്പോൾ ഇനി തുടർന്ന് നിങ്ങളുടെ കുറേ പരിപാടികൾ, ഏതാനും ചില പരിപാടികൾ ഇപ്പോൾ ഇന്നിവിടെ നടക്കും. തുടർന്ന് വിവിധ ക്ലബ്ബുകളിലൂടെയും വിവിധ ഹൗസുകൾ രൂപപ്പെടുത്തിയും സ്കൂൾ ആർട്സ് യൂത്ത് ഫെസ്റ്റിവലിലൂടെയും ഒക്കെ നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള വേദിയായിട്ട് ഈ സ്കൂളുകൾ മാറും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ നൈസർഗികമായിട്ടുള്ള സ്വതസിദ്ധമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുവാൻ എന്നും ഈ സെൻറ്റ് അഗസ്റ്റിൻ കലാലയത്തിന് സാധിക്കട്ടെ. അതിനുള്ള ചവിട്ടുപടിയായിട്ട് ഈ കലാലയത്തെ നിങ്ങൾ കാണണം, സ്വീകരിക്കണം എന്നൊക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കലാപരമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നതുകൊണ്ട് അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹന്ന പിന്റുവിനെ
സ്വാഗതം ചെയ്യുന്നു. ഇനിയൊരു ജന്മം കൂടി
വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ ജോസ് കളരിക്കലിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, സ്കൂളിൻ്റെ ആരാധനായ മാനേജർ ജെയിംസ് അച്ഛൻ, ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ രാമൻ രാജമന്നാൻ അവർകളെ, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എബ്രാം സാറെ, ഈ സ്കൂളിന് ധീരമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റേഴ്സ് നമിത SVM, MPTA പ്രസിഡന്റ് ജെൻസി, നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് നല്ല ഗുരുത്വം പങ്കുവയ്ച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സ്കൂളിൻ്റെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, രാജമന്നാൻ്റെ കൂട്ടത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യരായ സ്നേഹിതരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, വളരെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഒരു കാര്യം എനിക്ക് എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ നീണ്ട പ്രസംഗങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു അനുജനും ഒരു അനുജത്തിയും ഹൃദയഭേദകമായ നല്ല ആസ്വാദ്യകരമായ 2 ഗാനങ്ങൾ ആലപിച്ചത് നിങ്ങൾ അത് ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായി. ഞാൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടുമായി ചോദിക്കുകയാണ്, ഇവർ 2 പേരും നമ്മുടെ സ്കൂളിനൊരു മുതൽക്കൂട്ടല്ലേ? തീർച്ചയായും ഇവർ നമ്മുടെ സ്കൂളിലൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ കലാലയത്തിന് വിദ്യാർത്ഥികളുടെ കുറവ് വന്ന് നമുക്ക് ഡിവിഷൻ നഷ്ടപ്പെടുമോ എന്ന് ശങ്കിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ 2 പേരും പുതുതായി നമ്മുടെ കലാലയത്തിലേക്ക് വന്ന മുത്തുകളാണ്. തീർച്ചയായും ആ 2 പേരുടെയും ഗാനങ്ങൾ വളരെ ആസ്വാദ്യകരമായിരുന്നു. അവരെ അനുമോദിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ പാടിയ ഗൗരീചന്ദ്രനും അതുപോലെ അന്ന പിന്റുവിനും ചെറിയ 2 ഉപകാരങ്ങൾ നമ്മുടെ ബഹുമാന്യനായ സ്കൂൾ മാനേജർ ഇപ്പോൾ നൽകുന്നതാണ്. അവർ ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇതാണ് നമ്മുടെ സ്കൂള്. അർഹിക്കുന്നവനെ അർഹതയുള്ള രംഗങ്ങളിൽ അർഹിക്കുന്ന സ്നേഹം കൊടുത്ത് ബഹുമാനിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി ഇവിടെ ഇന്ന് തുറന്നു തന്നിരിക്കുന്ന ഈ സാഹിത്യരംഗം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചാൽ നാളുകളിൽ ഇതിലും വലിയ സ്റ്റേജുകളിൽ നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരും എന്നതിന് ഒരു സംശയവും വേണ്ട. ഞാനിത് പറയാൻ കാരണം, ഞാനൊക്കെ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചു പോയതാണ്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ 3 ദിവസങ്ങളിലായി യുവജനോത്സവങ്ങൾ നടക്കാറുണ്ട്. 10,000-2000-ഓളം കുട്ടികൾ എല്ലാം മറന്ന് ഈ കലാലയത്തിൽ അടരാടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കലാരംഗങ്ങളിൽ അവരുടെ കഴിവുകൾ എത്രയെന്ന് ആ സമയങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന നൈസർഗികമായ വാസനകളെ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏക വേദിയാണ് ഈ സ്കൂളിലെ ഈ രംഗങ്ങൾ എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിൽ മുറ്റത്തോ ബാത്റൂമുകളിലോ നിന്ന് പാടുന്ന ഒരു രംഗങ്ങളുണ്ടാവാം. അത് കേട്ട് നിങ്ങളുടെ അമ്മയോ അച്ഛനോ മോനെ അത് ഒന്നോടെ പാടിക്കുക, അല്ലെങ്കിൽ മോളെ ഒന്നോടെ പാടിക്കുക, അത് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാണിച്ചു മാറിപ്പോവും. സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുമ്പിൽ പോലും നിങ്ങൾക്കൊന്ന് പാടുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് കിട്ടുകയില്ല, ധൈര്യം കിട്ടുകയില്ല. പക്ഷേ
ഇങ്ങനെയുള്ള വേദികളിൽ നിങ്ങൾ ചെറുതും വലുതുമായ രംഗങ്ങളിൽ രംഗത്ത് വന്ന് ഓരോന്നും അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും സഭാകമ്പമില്ലാതെ ആരുടെയും മുമ്പിൽ നിങ്ങളുടെ കഴിവുകളെ അവതരിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാൻ കഴിയും. ഇന്ന് ഈ രണ്ട് കുഞ്ഞുങ്ങൾ, അതിൽ ഗൗരീശാന്ത് എൻ്റെ അയൽവാസിയാണ്. പക്ഷേ അവൻ ജനിച്ചതു മുതൽ ഈ നിമിഷം വരെ ഞാൻ അവനെ കണ്ടിട്ടുണ്ടെങ്കിലും അവനിൽ ഇത്തരം ഒരു കഴിവുണ്ട് എന്ന് ഇന്ന് ഈ വേദിയിൽ വന്നപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത്. തീർച്ചയായും നിനക്ക് വലിയ അഭിനന്ദനങ്ങളുണ്ട്. വ്യക്തിപരമായും ഈ PTA പേരിൽ നിറഞ്ഞ അഭിമാനത്തോടെ നിന്നെ ഞങ്ങൾ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം അന്ന പിന്റു, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തിരുനാളിന് റിമി ടോമി അവതരിപ്പിച്ച സ്റ്റേജ് ഷോയിൽ അവരോടൊപ്പം നിന്ന് പാടിയ ഒരു കുട്ടി. ഇപ്പോൾ ഇവിടെ പാടിയപ്പോൾ കരോക്കെ ഇട്ട് ഇവരൊക്കെ പാടുമ്പോൾ ശരിക്കും കുളിര് തോന്നുകയാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല. ഇതൊന്നുമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് വരുന്ന ആ ശക്തമായ ഗാനാലാപനം മാത്രം അവതരിപ്പിച്ച കാലഘട്ടത്തിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്കും ഉയർന്ന തലങ്ങളിൽ എത്താൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. തീർച്ചയായും അന്ന പിന്റുവിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുന്നു. PTA ശക്തമായ പിന്തുണയും അവൾക്കായി നേരുന്നു. എന്തുകൊണ്ടും ഇന്ന് വളരെ സവിശേഷത നിറഞ്ഞ ഒരു നിമിഷം. പ്രിൻസിപ്പൽ എബ്രഹാം സാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൺമുമ്പിൽ രാജാവ് എന്ന ഒരു സത്യം ആദ്യമായി കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടി. ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം പദവികൾ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, അത് നേരിട്ട് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കിട്ടിയ അവസരം ഒരു ഭാഗ്യമായി കാണുക. അതിനായി അദ്ദേഹം കാണിച്ച മനസ്സിന് തീർച്ചയായും PTA പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് പ്രത്യേകമായി നേരുന്നു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളുടെ കഴിവുകളെ ഇനിയുള്ള അവസരങ്ങളിൽ ക്ലബിൻ്റെയും സാഹിത്യ സമാജത്തിൻ്റെ അതുപോലെ യുവജനോത്സവത്തിൻ്റെ രൂപത്തിലെത്തുമ്പോൾ നിങ്ങൾ അവതരിപ്പിക്കണം. ശക്തമായ രംഗത്ത് വരണം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് ഗൗരീശാന്ത് പാടിയ സമയത്ത് താളം തെറ്റാതെ അവരോടൊപ്പം നിങ്ങൾ താളം കൊടുത്തു എന്നത് നിങ്ങളുടെ മനസ്സിൽ കഴിവുകളുണ്ട് എന്ന ഒരു സത്യം വെളിപ്പെടുകയായിരുന്നു. ആയതുകൊണ്ട് ഈ കലാസാഹിത്യ വേദിയിൽ നിങ്ങളുടെ ഭാഗധേയത്വം ശക്തമായി പ്രകടിപ്പിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ ആ സർഗാത്മകമായ കഴിവുകളെ അവതരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകമായി സർഗചൈതന്യം തുടിക്കും നാടിൻ്റെ സത്യനാദങ്ങളെ മംഗളാശംസകൾ. ഈ കലാവേദിയിൽ, ഈ പുഷ്പവാടിയിൽ ഇത്തിരി നേരം ഇരുന്നിട്ടു പോയിടാം. മർത്യചരിത്രം തിരുത്തിക്കുറുത്തിയ 10 പ്രമാണങ്ങൾ കാണിക്ക വെച്ചിടാം. ജീവിതം വീർപ്പിടും എൻ്റെ നാടിൻ സത്യനാദങ്ങളെ മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ഇനി നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി ഭാവവും താളവും ലാസ്യവും ഒത്തുചേരുന്ന ശാസ്ത്രീയ നൃത്തം വേദിയിൽ അവതരിപ്പിക്കുവാനായി ഗൗരി ആൻഡ് ടീമിനെ സ്വാഗതം ചെയ്യുന്നു. തിരനുറയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം, തിരുതെളിയും മണിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, നൂനലോലമാ
നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ. ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാനോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തെങ്കിൽ മഴത്തുള്ളി പൊഴിക്കുന്നു പക്ഷിയുടെ നടനം. തിരമുറയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം. തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. കന്മദം പോലെ ഗന്ധമാർന്നൊരീ കാൽപ്പടം മൂടുവാൻ ഗോപുരം കോർത്തു ചാത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ. കന്മദം പോലെ ഗന്ധമാർന്നൊരീ കാൽപ്പടം മൂടുവാൻ ഗോപുരം കോർത്തു ചാത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ. വരപ്രസാദം തേടി വരുന്നോരൻ്റെ ഇടനെഞ്ചിൽ മിടിക്കുന്നതിടയ്ക്കതും സ്വരജതിയോ. തിരനുറയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം. തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം. ലോലലോലമാനിന്റെ അധരം. തിരനുറയും ചുരുമുടിയിൽ സാഗര സൗന്ദര്യം. കഥകൾക്ക് ജീവൻ നൽകുന്ന വില്ലടിച്ചാൻ പാട്ട് എന്ന നമ്മുടെ തനത് കലാരൂപം ആസ്വദിക്കുവാൻ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. കാവ്യഭംഗിയോടൊപ്പം വാദ്യോപകരണങ്ങളും വിശേഷാൽ വില്ലും ചേർന്ന ദേവതാസ്തുതികൾ തെക്കൻ തിരുവിതാംകൂറിൽ ഒരു പുതിയ കലാരൂപത്തിന് പിറവി നൽകി. വില്ലിൽ കൊട്ടി താളമിട്ട് പാടുന്നതിനാൽ ഈ കലാരൂപത്തിനെ വില്ലടിച്ചാൻ പാട്ട് എന്ന് വിളിക്കുന്നു. മലയാള ഭാഷാ അധ്യാപികയും സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസുമായ റവറൻഡ് സിസ്റ്റർ നമിതയുടെ പ്രത്യേക താല്പര്യം മാനിച്ച് സംഗീത അധ്യാപികയായ മെറിൻ ടീച്ചർ പഠിപ്പിച്ച ഈ കലാരൂപം നിങ്ങളുടെ മുൻപിൽ ഇതാ അവതരിപ്പിക്കപ്പെടുന്നു. ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ. ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ. ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ. ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി. ഉമ്മായി നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര പൂമാര കാഴ്ച കാണാൻ. ചെമ്പകപ്പൂമേനിയാണ് ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ. ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നൊരു നാള് പാത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി. ഉമ്മായി നിൽക്കുന്നൊരാശയാണ് പൂപ്പുന്നാര
ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി 1000 കോലോളം ഉയരമുണ്ട്, പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. അന്നു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി 1000 കോലോളം ഉയരമുണ്ട്, പിന്നെ 60 കോലോളം വണ്ണവുമുണ്ട്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. 10,000 കൊമ്പ് മുളച്ചു കൊമ്പിലമ്പൊടും പത്രജാലകം, കളിരിട്ടു നിൽക്കുന്ന ചില്ലതോറും മലർച്ചാരുറ്റ പൂങ്കുല ജാലരമ്യം. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പകപ്പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. എല്ലാ കലാകാരന്മാർക്കും നന്ദി. ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ കൺവീനർ ശ്രീ ജിനോ തോമസ് സാറിനെ ക്ഷണിക്കുന്നു. കലയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സമഞ്ജസ സമ്മേളനമായ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനമാണ് ഇന്നേ ദിവസം ഈ വേദിയിൽ നടത്തപ്പെട്ടത്. എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുക എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നേ ദിവസം ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെയിംസ് വടക്കേ കണ്ടകരി അച്ഛനാണ്. നമുക്ക് ശരിയായ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന് ഏവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഇന്നേ ദിവസം നമുക്ക് വിശിഷ്ടാതിഥിയായി വന്ന് നമുക്ക് നല്ലൊരു സന്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബഹുമാന്യനായ ശ്രീ രാമൻ രാജമന്നാൻ അവറുകൾ, നമുക്കറിയാം കോവിൽമല രാജാവ് ആയ അദ്ദേഹം ആ സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഗോത്രവർഗ വിഭാഗക്കാരായ ആളുകൾ, അവരുടെ കഷ്ടപ്പാടുകൾ എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കാലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ നിയമനിർമ്മാണ മേഖലകളിലെല്ലാം നമ്മുടെ നാട്ടിലെ ഗോത്രവർഗക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അതിന് പരിഹാരം കാണുവാനും അദ്ദേഹത്തിന് എല്ലാ ശുഭാശംസകളും നേർന്നുകൊണ്ട് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട OA എബ്രഹാം സാറ്, നമ്മുടെ പ്രിൻസിപ്പൽ, നമുക്ക് നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യ പ്രഭാഷണ കർമ്മം ഇവിടെ നടത്തുകയുണ്ടായി. എബ്രഹാം സാറിന് ഏവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ ബഹുമാനിയായ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ നമിത നമുക്ക് വളരെ നല്ല രീതിയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സിസ്റ്ററിന് ഏവരുടെയും പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് ബഹുമാന്യനായ ജോസ് കളരിക്കൽ അവർക്ക് ഏവരുടെയും പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. ആശംസകൾ അറിയിക്കാനായിട്ടും നമ്മളോടൊപ്പം ആയിരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട MBTA പ്രസിഡന്റ് മേരി ജെൻസി അവർക്ക് ഏവരുടെയും പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഇന്ന് ദിവസം ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് സഹായിച്ച നിരവധി അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും അനധ്യാപകരും ഇവിടുത്തെ വിദ്യാർത്ഥികളും വളരെ കാര്യമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം
കരിങ്കുന്നം ലൈവ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ദിനത്തിന്റെ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ